ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ റിവിഷൻ സീരീസിലെ 6ാമത്തെ ക്ലാസ് ആണിന്ന്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അറിയാവുന്നൊരു ചെയ്ത് പൊക്കോളൂ. ഓക്കെ, ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എസ്, ആർ ഗെറ്റ്സ് 110% വോട്ട്സ് ഓഫ് എസ് ആൻഡ് ബീറ്റ്സ് എസ് ബൈ 770 വോട്ട്സ്. ഇഫ് ദെയർ വെയർ നോ ഇൻവാലിഡ് വോട്ട്സ് ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇലക്ഷൻ്റെ ക്വസ്റ്റ്യനിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സാധാരണ ഈ ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത്ര ശതമാനം പേര് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്തതിൽ ഇത്ര ശതമാനം ഇൻവാലിഡ് ആയിപ്പോയി, അങ്ങനെയൊക്കെ പറയും. ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് ഇഫ് ദെയർ വെയർ നോ ഇൻവാലിഡ് വോട്ട്സ്. അപ്പോൾ എത്ര പേരാണോ വോട്ട് ചെയ്തത് അത്രയും വോട്ടും വാലിഡ് ആണ്. ഇവിടെ ഇൻവാലിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ആ റേഷ്യോവിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം. ആറും എസും ആണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർ ഗെറ്റ്സ് 110% വോട്ട്സ് ഓഫ് ദി എസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എസ്സിന് 100 വോട്ട് ഉണ്ടെങ്കിൽ ആറിന് എത്ര വോട്ട് കിട്ടിക്കാണും? എസ്സിന് കിട്ടിയതിൻ്റെ 110%. അപ്പോൾ ആറിന് കിട്ടിയത് 110 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 10 എസ്സിന് കിട്ടിയെങ്കിൽ ആറിന് 11 കിട്ടിക്കാണും. മനസ്സിലായോ? 110% എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ബാക്കി വായിക്കാം. ആൻഡ് ബീറ്റ്സ് എസ് ബൈ 770 വോട്ട്സ്. അപ്പോൾ എസ്സിന് 10 വോട്ട് കിട്ടിയപ്പോൾ ആറിന് 11 വോട്ട് കിട്ടി. ഒരു റേഷ്യോന് 1 ഭൂരിപക്ഷമുണ്ട്. അതാണ് എത്രയെന്ന് പറയുന്നത് 770 വോട്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബീറ്റ്സ് എസ് ബൈ 770 എന്നല്ലേ പറയുന്നത്? യെസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ്. മുഴുവൻ വോട്ടും ആറിന് 11 വോട്ട് കിട്ടി, എസ്സിന് 10 വോട്ട് കിട്ടി. ഇതിനകത്ത് വോട്ട് ചെയ്യാത്തവരുടെ എണ്ണം ഒന്നുമില്ല. അപ്പം ടോട്ടൽ വോട്ടെന്ന് പറയുന്നത് എത്രയാണ്? 11 റേഷ്യോവും 10 റേഷ്യോവും കൂടെ 21 റേഷ്യോ ആണ് ടോട്ടൽ വോട്ട്. ഓക്കെ, അപ്പോൾ 1 റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് 770. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 21 റേഷ്യോ. 21 × 770 ചെയ്താൽ പോരെ? അവസാനം ഒരു 0 വരും. 1 × 7 7 0 അവസാനിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതൊരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. From a circle of radius 7 units, an arc length is cut by a chord of length 7 units. What is the arc length of the smaller portion? ഓക്കെ, അപ്പോൾ നമുക്കൊരു സർക്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്കിളിനെ ഒരു കോഡ് കട്ട് ചെയ്യുക. ആ കോഡിൻ്റെ ലെന്ത് പറയുന്നത് 7 യൂണിറ്റ് ആണ്. അതുപോലെ ഈ സർക്കിളിൻ്റെ റേഡിയസും 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, റേഡിയസും 7 യൂണിറ്റ്സ് ആണ്. ഈ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ആർക്ക് ലെന്ത് ഓഫ് ദി സ്മോളർ പോർഷൻ. ഇപ്പോൾ സ്മോളർ പോർഷൻ ഉദ്ദേശിക്കുന്നത് ഈ കോഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 2 പോർഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു പോർഷനും അതുപോലെ താഴോട്ടുള്ള ഒരു പോർഷനും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോളർ പോർഷൻ്റെ ലെന്താണ്, ആർക്ക് ലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ആർക്ക് ലെന്ത് കണ്ടുപിടിക്കുന്നത് നമ്മൾ സാധാരണ എങ്ങനെയാണ്? 2πr × θ/360 അല്ലേ? അപ്പോൾ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണോ കണ്ടുപിടിക്കേണ്ടത് അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അതായത് ഈ ആംഗിൾ അല്ലേ തീറ്റ. നോക്കിക്കേ, ഇത് 3 സൈഡും 7. അപ്പോൾ ഇതൊരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ അല്ലേ? ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ 3 ആംഗിളും എത്ര വരും? 60 വരത്തില്ലേ? അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാം. ആർക്ക് ലെന്ത് എന്ന് പറയുന്നത് 2π. പൈ ഇവിടെ ഓപ്ഷൻസിലെല്ലാം പൈ ആയിട്ട് തന്നെ, അപ്പോൾ നമുക്ക് പൈ ആയിട്ട് ഇട്ടാൽ മതി. 2πr, ആറിൻ്റെ വാല്യൂ 7. 2πr × θ 60/360 ചെയ്യുമ്പോൾ 1/6 എന്ന് വരും. ഓക്കെ, ഈ 2ഉം 6ഉം വെട്ടുമ്പോൾ താഴെ 3 വരും. അപ്പം ആൻസർ എന്ത് വരും? 7π/3. നമ്മുടെ ഓപ്ഷൻ സി. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്, നമ്മളിത് 60 എടുക്കുന്നു. അത് ആകുമ്പോൾ മുഴുവൻ സർക്കിളിൻ്റെ 1/6 പോർഷനാണ് ഇത്രയും എന്നെടുക്കുന്ന അത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അതറിയാമെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ചെയ്യാം. മുഴുവനും 360 എങ്കിൽ നമുക്കതിൻ്റെ ഒരു 60 ഡിഗ്രിയുടെ അല്ലെങ്കിൽ 1/6 പോർഷൻ്റെ ലെന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 2πrൻ്റെ മുഴുവൻ 2πr അല്ലേ ഒരു സർക്കംഫറൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ 1/6 പോർഷൻ അതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? യെസ്. എ വുമൺ സ്പെൻഡ് 2/3 ഓഫ് ഹെർ ഇൻകം. ഇഫ് ഹെർ ഇൻകം ഇൻക്രീസസ് ബൈ 18% and the expenditure increases by 24%, then the percentage increase in her savings. ഓക്കെ, ഇത് 2 രീതിയിൽ ചെയ്യാം. എന്താണ് ഇൻകം? ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് അയാളുടെ എക്സ്പെൻഡിച്ചറും അയാളുടെ സേവിങ്സും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. ഒരാളുടെ ചിലവുകളും അയാളുടെ മിച്ചം വെച്ചത് സേവിങ്സും കൂടെ കൂട്ടുന്നതാണ് അയാളുടെ മുഴുവൻ ഇൻകം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ചിലവാക്കിയത് 2/3 ഓഫ് ഹെർ ഇൻകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകം 3 ആണെങ്കിൽ 2 രൂപ ചിലവാക്കി എന്നല്ലേ അർത്ഥം. ഇൻകം 3 ആണെങ്കിൽ നമുക്കതിനെ 300 എന്ന് കൊടുക്കാം, കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. ഇൻകം 300 ആണെങ്കിൽ ചിലവാക്കിയത് എത്ര വരും? 200 വരും. 3 രൂപയാണെങ്കിൽ 2 രൂപ ചിലവാക്കി. അപ്പോൾ 300 ആണെങ്കിൽ 200 രൂപ ചിലവാക്കി. അപ്പോൾ ബാക്കി 300-ൽ 200 ചിലവാക്കിയ ബാക്കി എത്ര കാണും? 100 രൂപയാവും സേവിങ്സ്. ഓക്കെ അല്ലേ? ഇൻകം എന്താണ്, എക്സ്പെൻഡിച്ചർ എന്താണ്, സേവിങ്സ് എന്താണെന്നുള്ളൊരു റിലേഷൻ നമ്മൾ എഴുതി. ഇനി ഇഫ് ഹെർ ഇൻകം ഇൻക്രീസസ് ബൈ 18%, അപ്പോൾ ഇൻകം എത്ര ശതമാനം കൂടുക? 18% കൂടുക. അപ്പോൾ 300-ൻ്റെ 18% കൂടി എത്ര വരും? 300-ൻ്റെ 18 54, 354 കൂടും അല്ലേ? 300 ആയിരുന്നത് 354 ആവും. അതുപോലെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 24%, അപ്പോൾ എക്സ്പെൻഡിച്ചറും 200 ആയിരുന്നത് 24% കൂടും. 24 കൂടുമ്പോൾ 248 എന്നാവും അല്ലേ? 100-ൻ്റെ 27% 24, ഇപ്പോൾ 200-ൻ്റെ ആകുമ്പോൾ 48. അപ്പോൾ 200-ൻ്റെ 24% കൂടി 248 ആവും. അപ്പോൾ ബാക്കി സേവിങ്സ് എത്ര ശതമാനം കൂടി എന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹെർ സേവിങ്സ്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോഴത്തെ ഇൻകം 354, ഇപ്പോഴത്തെ എക്സ്പെൻഡിച്ചർ 248. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? 52, 54, 106. 106 ഇപ്പോഴത്തെ സേവിങ്സ്. നേരത്തെ 100 ആയിരുന്നത് ഇപ്പം 106 എത്ര ശതമാനം കൂടി? 6% അല്ലേ? 100-ൻ്റെ 6% കൂടിയത്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് പോകാൻ പറ്റും. ഞാൻ ഇനി ഇത് അലിഗേഷനിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അലിഗേഷനിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, അതെ, ഇവിടെ എഴുതാം. ഇതിൽ നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചറിനെയും സേവിങ്സിനെയും അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നടുക്ക് കിട്ടുന്നത് ഇൻകമാണ്. അപ്പോൾ ആ ഒരു റിലേഷനിൽ വേണം നമ്മളിത് അലിഗേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ എക്സ്പെൻഡിച്ചറിനെയും എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ചും സേവിങ്സിൻ്റെ ചേഞ്ചും കൂടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻകത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ എക്സ്പെൻഡിച്ചർ എത്ര ശതമാനമാണ് കൂടിയത്? 24%. അതുപോലെ സേവിങ്സ് കൂടിയത് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, X% എടുത്തു. അതുപോലെ മുഴുവൻ ഇൻകം കൂടിയത് 18% അല്ലേ? നമ്മൾ പറഞ്ഞത് നടുക്ക് ഇൻകം എഴുതണം, അതുപോലെ സൈഡിൽ എക്സ്പെൻഡിച്ചറും സേവിങ്സും എഴുതണം. ഇനി ഇവരുടെ റേഷ്യോ എങ്ങനെ എടുക്കും? ഇത് എക്സ്പെൻഡിച്ചർ അല്ലേ, ഇത് സേവിങ്സ് അല്ലേ? അപ്പോൾ ഇതേ റിലേഷൻ തന്നിട്ടുണ്ടല്ലോ. എക്സ്പെൻഡിച്ചർ എത്ര വരും? 2 വരും. സേവിങ്സ് എത്ര വരും? 3 ആണോ സേവിങ്സ് വരുന്നത്? അല്ല, 3 ഇൻകം ആണ്. അപ്പോൾ സേവിങ്സ് വരുന്നത് 1. അതിൽ സംശയമുണ്ടോ? 2/3 ഓഫ് ദി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് വേണം 3 ആവാൻ. അപ്പം എക്സ്പെൻഡിച്ചർ 2 ആണെങ്കിൽ സേവിങ്സ് 1. അപ്പോൾ നമുക്ക് അലിഗേറ്റ് ചെയ്യാം. 24 x 18 2 1 ഇത്രയും വന്നു. അപ്പോൾ എങ്ങനെ അലിഗേറ്റ് ചെയ്യും? ഇത് കുറയ്ക്കാം. 24-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ എത്ര വരും? 6 വരും. അപ്പോൾ ഈ 1 6 ആവണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇൻറ്റു 6 ചെയ്യും. അപ്പോൾ ഇവിടെയും ചെയ്യണ്ടേ? ഇൻറ്റു 6. ഇപ്പോൾ 12 എന്ന് വരും. എന്ത് ചെയ്താൽ മതി? ഈ 18-ൻ്റെ കൂടെ 12 കൂടെ കുറച്ച് കൊടുക്കണം. 18-ൽ നിന്ന് 12 കുറച്ച് കൊടുക്കണം. ഇവിടെ 24-ൽ നിന്നല്ലേ 18 കുറച്ച് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ 18-ൽ നിന്ന് 12 കുറച്ച് കൊടുക്കണം. 18-ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 6% എന്ന് വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അലിഗേഷൻ വളരെ ഈസിയാണ്. ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അലിഗേഷനാണ് ഈസി. നമ്മളത് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പലർക്കും അറിയില്ല, ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് അലിഗേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം. അലിഗേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തണം, നടുക്ക് എഴുതേണ്ടത് ഇൻകമാണ്. എക്സ്പെൻഡിച്ചറും സേവിങ്സും 2 സൈഡിലായിട്ട് എഴുതണം. ഓക്കെ, എക്സ്പെൻഡിച്ചറിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ നമ്മളത് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും, ആ റിലേഷൻ തരും. അപ്പോൾ അതിന് നമുക്ക് എഴുതാം. എക്സ്പെൻഡിച്ചർ ഈസ് ടു സേവിങ്സ് റേഷ്യോ എടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അല്ലെങ്കിൽ ഒന്നും കൂടെ കാണുക കേട്ടോ, ഇത് പഠിക്കാം. നമുക്ക് ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ അലിഗേഷനിൽ എങ്ങനെ ചെയ്യാം നമുക്ക് ഇനിയും കാണാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, നമ്പർ സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇഫ് 321y72 is a multiple of 6, then what is the least value of y? ഓക്കെ, അപ്പം നമ്മൾ 6-ൻ്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. 6-ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യണം, 2 കൊണ്ട് ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ നമ്പർ ഇവിടെ താഴോട്ട് എഴുതട്ടെ, y72. അപ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, കാരണം അവസാനം 2-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. ഇനി 3 കൊണ്ടാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഡിജിറ്റ് സം എടുത്താൽ പോരെ. ഡിജിറ്റ് സം 3 ആവുകയാണെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് 9 വരുന്നതൊക്കെയും കട്ട് ചെയ്ത് കളയാം അല്ലേ? 9 എടുക്കേണ്ട കാര്യമില്ലല്ലോ. 9 എന്തായാലും 3-ൻ്റെ ഡിവിസിബിൾ ആണല്ലോ. 9 എടുക്കണ്ട.
ബാക്കി എത്ര വരും? 3, 2, 5, 1, 6. അപ്പോൾ 6 വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി 6 വന്നിട്ടുണ്ട്, ഡിജിറ്റ് സം 6 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് വൈക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 0 ഉണ്ട് ഓപ്ഷനിൽ. നമുക്ക് 0 എടുത്താൽ പോരെ? വൈയുടെ വാല്യൂ 0 ആണെങ്കിലും ഈ തന്നിരിക്കുന്ന ഡിജിറ്റ്, തന്നിരിക്കുന്ന ഈ ഒരു 6 അക്ക സംഖ്യ 6 കൊണ്ട് മൾട്ടിപ്പിൾ, 6 കൊണ്ട് ഡിവിസിബിൾ ആവും. മനസ്സിലായോ? കാരണം ഡിജിറ്റ് സം എടുക്കുമ്പോൾ നമുക്ക് 6 വന്നത്. ഇപ്പോൾ സപ്പോസ് ഈ 2ന് പകരം 1 വിചാരിക്കുക, 2ന് പകരം 1 വിചാരിക്കുക. അപ്പോൾ എത്രയാണ് ഡിജിറ്റ് സം എടുക്കുമ്പോൾ വരുന്നത്? 3ഉം 2ഉം 5 വരുന്നത്. അപ്പോൾ ഈ വൈക്ക് വരാൻ പറ്റുന്ന മിനിമം വാല്യൂ എത്രയാണ്? 1. പറഞ്ഞാൽ മനസ്സിലായോ? ഡിജിറ്റ് സം എടുക്കുമ്പോൾ നമുക്ക് 5 വന്നിട്ടുണ്ടെങ്കിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എത്ര വരണം? 6 വരണം. 6 വരണമെങ്കിൽ നമുക്ക് വൈക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 1 അല്ലേ? അങ്ങനെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ 0 കൊടുക്കുമ്പോൾ തന്നെ സാറ്റിസ്ഫൈ ആവും. ഓക്കെ, 3 കൊടുത്താലും സാറ്റിസ്ഫൈ ആവും. പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് വാല്യൂ ആണ്. ഓപ്ഷനിൽ 3 ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടുന്നത് ലീസ്റ്റ് വാല്യൂ ആണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. രമേഷ് സെൽസ് റൈസ് അറ്റ് 36 per kilo, which he purchased for 30 per kilo. Moreover, he gives only 800 gram of rice instead of 1 kilo. ഓക്കെ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിസോണസ്റ്റ് സെല്ലറിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോൾ പറഞ്ഞായിരുന്നു ഇനിയും നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമെന്ന്. അപ്പോൾ ഒരു തവണ ഒരു കൺസെപ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണം, എന്നാലല്ല നമുക്കത് തറവാകത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ അന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞത്? നമ്മളെല്ലാം റേഷ്യോ വെച്ചാണ് ചെയ്യുന്നത്. റേഷ്യോൻ്റെ താഴെ എന്ത് വരണമെന്നാണ് പറഞ്ഞത്? സെല്ലർക്ക് ചിലവായത് വേണം താഴെ എഴുതാൻ. റേഷ്യോൻ്റെ മുകളിൽ പുള്ളിക്ക് കിട്ടിയത്. അപ്പോൾ നോക്ക്, 36 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നു. 1 കിലോ അരി 36 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പുള്ളിക്ക് ചിലവായത്, പുള്ളി മേടിച്ചത് എത്ര രൂപയ്ക്കാണ്? 30 രൂപയ്ക്കാണ്. അപ്പം ചിലവായത് താഴെ. 30 രൂപയ്ക്ക് മേടിച്ച സാധനം പുള്ളി 36 രൂപയ്ക്ക് വിറ്റു അല്ലേ? 30 രൂപയ്ക്ക് ചിലവായി, 36 രൂപ പുള്ളിക്ക് കിട്ടി. ഇനി അത് മാത്രമാണോ സംഭവിച്ചത്? അല്ല. മോറോവർ ഹി ഗീവ്സ് ഓൺലി 800 gram ഓഫ് റൈസ് ഇൻസ്റ്റെഡ് ഓഫ് 1 കിലോ ഓഫ് റൈസ്. ഇപ്പോൾ 1 കിലോ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ എത്ര ഗ്രാമേ പുള്ളി കൊടുത്തുള്ളൂ? 800 ഗ്രാമേ കൊടുത്തുള്ളൂ. അപ്പോൾ ആളുകൾ വാങ്ങിച്ചവർ നോക്കുമ്പോൾ അവർ 1 കിലോയുടെ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിറ്റ ആള് രമേശ് എത്ര രൂപയുടെ അരിയെ കൊടുത്തിട്ടുള്ളൂ? 800 ഗ്രാമേ കൊടുത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ രമേശിന് 800 രൂപയുടെ മാത്രമേ ചിലവായിട്ടുള്ളൂ അല്ലേ? 800 രൂപയുടെ അരിയെ ചിലവായിട്ടുള്ളൂ. പക്ഷേ എത്ര രൂപ കിട്ടി? 1 കിലോയുടെ പൈസ കിട്ടി. മനസ്സിലായോ? 800 ഗ്രാം കൊടുത്തപ്പോൾ 800 ഗ്രാമിൻ്റെത് മാത്രമേ പുള്ളിയുടെ കയ്യിൽ നിന്ന് ചിലവായുള്ളൂ. പക്ഷേ 1 കിലോയുടെ പൈസ പുള്ളിക്ക് കിട്ടി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് ആദ്യം കുറച്ച് പാടായിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ് ഇങ്ങനെ എഴുതുമ്പോൾ. നമുക്ക് ചെയ്യാം. 2 0 പോട്ടെ, 0 പോട്ടെ, 5 4 കട്ട് ചെയ്യാം. 5 4 അതുപോലെ ഇവിടെ വെട്ടാലോ. 6 6 6/4 3/2 എന്ന് വരും. അപ്പം 3 രൂപയുടെ സാധനം 2 രൂപയുടെ സാധനം 3 രൂപയ്ക്ക് കൊടുക്കുന്നു. 2 രൂപ ചിലവായപ്പോൾ പുള്ളിക്ക് 3 രൂപ കിട്ടി. എത്ര രൂപ ലാഭം? 1 രൂപ. 1/2 50%. ഈസി അല്ലേ? നമ്മുടെ ഓപ്ഷൻ ബി. ഓക്കെ, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചിരിക്കുന്നത്? 50% പുള്ളിക്ക് ലാഭം കിട്ടി. അപ്പോൾ താഴെ എപ്പോഴും ചിലവായത് എഴുതുക, മുകളിൽ താഴെ എപ്പോഴും സ്പെൻഡ് ചെയ്തത് എഴുതുക, മുകളിൽ ഗെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ അല്ലേ? ഗ്രാം ആണെങ്കിലും അതങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, 1000/800. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് മീൻ പ്രൊപ്പോർഷൻ ഓഫ് 1.21 ആൻഡ് 0.09 വിത്ത് ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 0.16 ആൻഡ് 0.36? ഓക്കെ, അപ്പോൾ മീൻ പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മീൻ പ്രൊപ്പോർഷൻ? ഇപ്പോൾ 2 നമ്പർ എ എന്നും ബി എന്നും 2 നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മീൻ പ്രൊപ്പോർഷൻ എന്ത് വരും? ഈസിയാണ്, √AB അങ്ങ് എടുത്താൽ മതി. മീൻ പ്രൊപ്പോർഷൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ √AB അങ്ങ് എടുത്താൽ മതി. ഇനി ഇതുപോലെ 3rd പ്രൊപ്പോർഷനും 4th പ്രൊപ്പോർഷനും ഒക്കെ ഉണ്ട്, അതും എളുപ്പമാണ് നമുക്ക്. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് പറയാം. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ആണ്. ഈ 2 സംഖ്യയുടെ മീൻ പ്രൊപ്പോർഷനും ഈ 2 സംഖ്യയുടെ മീൻ പ്രൊപ്പോർഷൻ്റെ റേഷ്യോ. അപ്പം ഈസി അല്ലേ? ഇത് എയും ബിയും ആണെങ്കിൽ എത്ര വരും മീൻ പ്രൊപ്പോർഷൻ? √1.21 × 0.09 അല്ലേ? √AB. അതാണ് ആദ്യത്തെ എൻ്റെ മീൻ പ്രൊപ്പോർഷൻ. അതുപോലെ രണ്ടാമത്തെ എൻ്റെതോ √0.16 × 0.36. ഇതെടുത്താൽ പോരെ? എങ്ങനെ ചെയ്യും? ഇവിടെ 121 ഉണ്ട്, 9 ഉണ്ട്. 121 ആരുടെ റൂട്ടാണ്? 11ൻ്റെ. അതുപോലെ 9 ആരുടെ റൂട്ടാണ്? 3ൻ്റെ. അപ്പോൾ 11 × 3 33 വെളിയിലെടുത്തൂടെ? ഇനി പോയിന്റ് നോക്ക്. റൂട്ടിനകത്ത് ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം അല്ലേ? 0.21, അപ്പോൾ 2 സ്ഥാനം. അതുപോലെ 0.09 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം. അപ്പോൾ റൂട്ടിനകത്ത് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട്.
അപ്പോൾ ഈ റൂട്ടിന് വെളി വരുമ്പോൾ അത് 2 സ്ഥാനമായിട്ട് മാറും അല്ലേ. റൂട്ട് 100 എന്ന് പറയുമ്പോൾ റൂട്ട് 100 10ആണ്. അപ്പോൾ റൂട്ടിനകത്ത് 2 പൂജ്യം ഉണ്ടെങ്കിൽ റൂട്ടിന് വെളി വരുമ്പോൾ 1 പൂജ്യമായിട്ട് മാറും. അപ്പോൾ റൂട്ടിനകത്ത് 4 പൂജ്യം ഉണ്ടെങ്കിൽ റൂട്ടിന് വെളി വരുമ്പോൾ 2 പൂജ്യമായിട്ട് മാറും. അപ്പോൾ ഇവിടെ റൂട്ടിനകത്ത് പോയിന്റിന് ശേഷം 2 സ്ഥാനമുണ്ട്, അത് ഇവിടെയും 2 സ്ഥാനം, അപ്പം മൊത്തം 4 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് വെളി വരുമ്പോൾ 2 സ്ഥാനമായിട്ട് മാറണം. അപ്പോൾ 0.33 എന്ന് മാറും അല്ലേ. താഴെയും സത്യം പറഞ്ഞാൽ അത് എടുക്കേണ്ട കാര്യമില്ല, കാരണം താഴെയും 4 പോയിന്റിന് ശേഷം 4 സ്ഥാനമല്ലേ. പോട്ടെ, നമുക്ക് എഴുതാം. ഇനി അതുപോലെ ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിക്കേ, റൂട്ട് ഇവിടെ ഒരു 16 36. റൂട്ട് 16 4ആണ്, റൂട്ട് 36 6ആണ്. അപ്പോൾ 6 4 24 വെളി വരും. ഓക്കെ, അതേപോലെ റൂട്ടിനകത്ത് പോയിന്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. അപ്പോൾ അത് വെളി വരുമ്പോൾ 2 സ്ഥാനമായിട്ട് മാറും. ഇവിടെ വന്നത് 33.33 ഡിവൈഡഡ് ബൈ 0.24. 3 വെച്ച് കട്ട് ചെയ്താൽ 11/8. നമ്മുടെ ഓപ്ഷൻ എ. ഈസിയാണ്. ഞാൻ ഈ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത്. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. റൂട്ട് എ ബി എന്ന് മാത്രം ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ബോട്ട് ആൻഡ് സ്വിങ്സിലെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ബോട്ട് ക്യാൻ ഗോ 54 കിലോമീറ്റർ അപ്സ്ട്രീംസ് ഇൻ 6 hours. If the speed of the stream is 4.8 km/h, then how much time will the boat take to cover a distance of 279 km downstream? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് ബോട്ട് ക്യാൻ ഗോ 54 കിലോമീറ്റർ അപ്സ്ട്രീം ഇൻ 6 hours. അപ്പോൾ ബോട്ടിന് അപ്സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 54 കിലോമീറ്റർ പോകാൻ 6 മണിക്കൂർ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പീഡ് എത്ര വരും? 54/6 9 മണിക്കൂർ. 9 മണിക്കൂറാണ് ഇവിടുത്തെ, 9 മണിക്കൂറല്ല, 9 km/h. 9 km/h ആണ് ഇവിടുത്തെ അപ്സ്ട്രീം സ്പീഡ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 279 കിലോമീറ്റർ പോകാൻ എടുക്കുന്ന സമയമാണ്, ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന സമയമാണ്. അതുപോലെ ഇവർ തന്നിട്ടുള്ളൊരു കണ്ടീഷൻ ഈസ് ദ സ്പീഡ് ഓഫ് ദി സ്ട്രീം. സ്ട്രീമിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചില്ലായിരുന്നോ ഇതിനു മുമ്പ് ചെയ്തപ്പോൾ? ബോട്ടിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഡൗൺ സ്ട്രീമും അപ്പ് സ്ട്രീമും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്ത്, ഇനി കറണ്ടിൻ്റെ ആണെങ്കിൽ രണ്ടും കൂടെ കുറച്ചിട്ട് പകുതി എടുത്ത്. അപ്പോൾ നമുക്ക് ഈ കറണ്ടിൻ്റെ അല്ലേ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കറണ്ടിൻ്റെ സ്പീഡ് തന്നേക്കുന്നത് എത്രയാണ്? 4.8 ഇസിക്കൽ ടു ഡൗൺ സ്ട്രീം സ്പീഡ് നമ്മുടെ കയ്യിലില്ല, നമുക്ക് അതിന് എക്സ് എന്ന് കൊടുക്കാം. അപ്പ് സ്ട്രീം സ്പീഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് 9 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് എത്ര വരും? 9.6 ഇസിക്കൽ ടു 8 x - 9. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വരുന്നത് 18.6. ഓക്കെ അല്ലേ? 18.6 എന്ന് വന്നില്ലേ നമുക്ക്? എന്താ ഈ എക്സ് എന്ന് പറഞ്ഞത്? ഡൗൺ സ്ട്രീം സ്പീഡ്. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് 18.6 എന്ന് കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ട എന്തോ 279 കിലോമീറ്റർ പോകാൻ എടുക്കുന്ന സമയമാണ്, ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. 279 ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീം പോകാൻ എടുക്കുന്ന സ്പീഡ് 18.6 എത്ര വരും? 18.6ഉം അതിൻ്റെ പകുതി 9.3 കൂടെ കൂട്ടുന്നതാണ് 27.9. അപ്പോൾ എത്ര വരും? 15 വരും അല്ലേ? 10ഉം 5ഉം പകുതിയും കൂടെ കൂട്ടുന്നതല്ലേ. അപ്പം ആൻസർ 15, ഓപ്ഷൻ ബി. ഈസി ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഞാൻ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരുപാട് ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനസ്സിലായില്ലേ? ഇത് ചെയ്യാൻ എളുപ്പമല്ലേ? ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു, നമ്മൾ അവിടെ നിന്ന് ഡൗൺ സ്ട്രീം സ്പീഡ് കണ്ടുപിടിക്കുന്നു, 279 പോകാൻ എടുക്കുന്ന സമയം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം നോക്കിയാലോ? ഓക്കെ, ആവറേജ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 47 നാച്ചുറൽ നമ്പേഴ്സ്. ഇത് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. സോ ഇത് അറിയായിരിക്കും. അറിഞ്ഞിടാത്തവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ n × n+1/2. n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചെങ്കിൽ 10 × 11/2 55 എന്ന് വരും. മനസ്സിലായോ? ആവറേജ് എപ്പോഴും നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ. ഇപ്പോൾ സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. അപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ ആവറേജിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇക്വേഷനിൽ നിന്ന് n അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യുമ്പോഴേ മുകളിൽ കിടക്കുന്ന n അങ്ങ് കട്ടായി പോകും. കണ്ടില്ലേ? ഇതിൽ നിന്ന് n ഇല്ലാത്ത, അപ്പോൾ അതിൻ്റെ ആവറേജ് ചോദിച്ചാൽ n+1/2. 10 ആവറേജ് ചോദിച്ചാൽ 11/2 5.5. മനസ്സിലായോ? അത് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെയാണ്. ഇനി n ഇവൻ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ ഇത് അറിയായിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയാം. n ഇവൻ നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n × n+1, ആവറേജ് ചോദിച്ചാൽ n+1. ഓഡ് നമ്പേഴ്സിൻ്റെ ആണെങ്കിൽ n², ആവറേജ് വരുമ്പോൾ n അങ്ങ് പോയിട്ട് n മാത്രമാവും. n² നിന്ന് n പോയിട്ട് n മാത്രമാവും. ഓക്കെ, ഇനി അതുപോലെ 2 ഇക്വേഷനും കൂടെ ഇല്ലേ? ഓക്കെ, സ്ക്വയേഴ്സ് ഓഫ് n നമ്പേഴ്സ് ആണ് ചോദിക്കുന്നെങ്കിലോ n × n+1 × 2n+1 / 6.
അപ്പോൾ ആവറേജ് വരുമ്പോൾ n അങ്ങ് പോകും, n+1 × 2n+1/6. അതുപോലെ ക്യൂബാണ് ചോദിക്കുന്നതെങ്കിൽ ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ഇല്ലേ, ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. അത് തന്നെയല്ലേ, കാരണം n² n+1 സ്ക്വയർ, ഇപ്പോൾ 2 സ്ക്വയർ എടുക്കുമ്പോൾ 4, അതല്ലേ ഇവിടെ കിട്ടിയത്, n² n+1 സ്ക്വയർ ബൈ 4. അതുപോലെ ആവറേജ് ചോദിക്കുമ്പോൾ ഒരു n അങ്ങ് കട്ടായി പോകും, n × n+1 സ്ക്വയർ ബൈ 4. ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ എഴുതി എടുത്തോണേ, പഠിച്ചോണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഫസ്റ്റ് 47 നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം സ്ക്വയേഴ്സിൻ്റെ ആവറേജിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, n+1 × 2n+1/6. അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. n+1 n എന്ന് പറയുമ്പോൾ 47 ആണ്, ഇപ്പോൾ 48 × 2n+1, ഇപ്പോൾ 47 × 2 94 1 95 ÷ 6 എത്ര വരും, 8. 95 8 720 40 760. ഓപ്ഷൻ എ. ഈസിയാണ്. ഇക്വേഷൻ അറിയാൻ കണ്ടില്ലേ, ഇത്രയും സമയം എടുക്കത്തുള്ളൂ ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാൻ. ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഇതൊക്കെ ഇനിയും ചോദിക്കുന്നതാണ്. ഇത്ര ഇക്വേഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇഫ് ദ റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ഇസ് 25:144, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ്. സോ 2 സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോ വന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ. വളരെ എളുപ്പമാണ്, ഇതിൻ്റെ റൂട്ട് എടുത്ത് എഴുതിയാൽ മതി. √25 എത്ര വരും, 5/12. ഇതായിരിക്കും നമ്മുടെ ആൻസർ. വളരെ ഈസിയാണ്. തിരിച്ചാൽ ചോദിച്ചെങ്കിലോ, ഇപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ 2:3 ആണെന്ന് പറയാം സൈഡ്സിൻ്റെ, എങ്കിൽ ഏരിയ എത്ര വരും, ഏരിയയുടെ റേഷ്യോ എന്ത് വരും, 4:9. അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, സൈഡ്സ് തന്നിട്ട് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുക്കണം. ഏരിയ തന്നിട്ട് സൈഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റൂട്ട് എടുക്കണം. ഓക്കെ, അതുപോലെ ഇപ്പോൾ 2 ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയൊക്കെ റിലേഷൻ എഴുതാം. ഇവിടെ AB എന്നല്ലേ, അപ്പോൾ AB എന്ന് പറഞ്ഞ സൈഡ് ഇവിടെ ഏത് സൈഡിനാണ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളത്, PQ ആണോ QR ആണോ, സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ AB അല്ലേ കിടക്കുന്നത്, അപ്പോൾ ഇവിടെ അതുപോലെ PQ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ BC എഴുതുക. BC എടുക്കുവാണെങ്കിൽ ഇവിടെ BCക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള QRന് പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ AC ആണ് എടുക്കുന്നെങ്കിലോ, AC എടുക്കുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുക്കണം, PR എന്ന് എടുക്കണം. ഓക്കെ അല്ലേ, ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാതെ ഇങ്ങനെ തന്നെ നോക്കി എഴുതാൻ പഠിക്കണം. ഈ ട്രയാങ്കിൾ വരച്ചാലും ഇത് തന്നെയല്ലേ വരുന്നത്. ഇപ്പോൾ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ എങ്ങനെ വരും, ഈ സൈഡ്സ് ABക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള കണ്ടോ PQ, ഇവിടെ PQ എന്നല്ല നമ്മൾ എഴുതിയത്. അതുപോലെ BCക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ആരാ വന്നേ, QR. അതുപോലെ ACക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ളത് PR. അങ്ങനെ തന്നെയല്ലേ നമ്മൾ എഴുതിയതും. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ ABC-യുടെ സപ്പോസ് ഇൻറേഡിയസ് ABC-യുടെ ഇൻറേഡിയസും അതുപോലെ PQRൻ്റെ ഇൻറേഡിയസും പ്രൊപ്പോർഷനിലാവും. അതുപോലെ സർക്കം റേഡിയസ് പ്രൊപ്പോർഷനിലാവും. അതുപോലെ ആൾട്ടിറ്റ്യൂഡുകൾ പ്രൊപ്പോർഷനിലാവും. അപ്പോൾ AD എന്ന് പറയുന്നൊരു ആൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഇവിടെ PK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AD/PK നമുക്ക് എഴുതാം. ഓക്കെ, പക്ഷേ ഏരിയയുടെ കേസ് വരുമ്പോൾ മാത്രം ഡയറക്റ്റായി ഏരിയ ഓഫ് ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് PQR എന്ന് വരത്തില്ല. റൂട്ടായിരിക്കും ഇതിന് പ്രൊപ്പോർഷണൽ റൂട്ട് ഓഫ് ഏരിയ ഓഫ് ABC ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഏരിയ ഓഫ് PQR. നമ്മളതാണ് ഈ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏരിയയുടെ കേസിൽ മാത്രം നമ്മൾ റൂട്ട് എടുത്തപ്പോഴല്ലേ നമുക്ക് സൈഡിൻ്റെ റേഷ്യോ കിട്ടിയത്. ഇപ്പോൾ സപ്പോസ് സൈഡിൻ്റെ റേഷ്യോ ഇപ്പോൾ 5:12 തന്നെ, സൈഡിൻ്റെ റേഷ്യോ 5:12 ആണെങ്കിൽ ഈ 2 സിമിലർ ട്രയാങ്കിൾസിൻ്റെ ആൾട്ടിറ്റ്യൂഡിൻ്റെ റേഷ്യോ ഒക്കെ ചോദിച്ചാൽ എത്ര തന്നെ വരും, 5:12 തന്നെ വരും. അവിടെ നമുക്ക് സ്ക്വയർ എടുക്കേണ്ട കാര്യമില്ല. ആൾട്ടിറ്റ്യൂഡ്, ഇൻറേഡിയസ് അങ്ങനെ എന്ത് ചോദിച്ചാലും അത് തന്നെ ആയിരിക്കും റേഷ്യോ വരുന്നത്. പക്ഷേ ഏരിയയുടെ വരുമ്പോൾ മാത്രം സൈഡ് തന്നിട്ട് ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ എടുക്കണം. അതുപോലെ ഏരിയ തന്നിട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് എടുക്കണം. ഓക്കെ, ഇതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പോരെ. യെസ്, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.